ചാണക്യന്റെ നീതിശാസ്ത്രത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. അതിൽ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ജീവിതത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും എല്ലാം ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. ചാണക്യന് തന്റേതായ ഒരു നീതിശാസ്ത്രം ഉണ്ടായിരുന്നു. ഈ 4 ഗുണങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവർ വിജയത്തിന്റെ കൊടുമുടിയിലെത്തുമെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ ഒന്നാമതായി പറയുന്നത് ഇച്ഛാശക്തിയുള്ള വ്യക്തികളെ കുറിച്ചാണ്. ഇച്ഛാശക്തിയുള്ള ആളുകൾ മാത്രമേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തരണം ചെയ്ത് വിജയം കൈവരിക്കൂ. പ്രതിസന്ധി ഘട്ടത്തിലും ഇച്ഛാശക്തിയോടെ മുന്നോട്ടു പോകണം. ഇച്ഛാശക്തി കൈവിടാത്ത വ്യക്തികൾക്ക് അവർ ആഗ്രഹിച്ചതെല്ലാം നിശേഷം അവരിൽ വന്നു ചേരുമെന്ന് ഉറപ്പാണ്. ഇച്ഛാശക്തിയുള്ള വ്യക്തികളെ മറ്റ് അശക്തികൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ ഇച്ഛാശക്തി കൈവിടാതെ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ രണ്ടാമതായി പറയുന്നത് സ്വാർത്ഥ ലക്ഷ്യമില്ലാത്ത ദാനശീലത്തെക്കുറിച്ചാണ്. ദാനധർമ്മത്തിന്റെ പ്രാധാന്യം എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥ ലക്ഷ്യമില്ലാതെ രഹസ്യമായി ചെയ്യുന്ന ദാനം വളരെ പുണ്യമാണ്. എന്നാൽ മറ്റൊരു നീച ലക്ഷ്യം വച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഫലങ്ങളൊന്നും ലഭിക്കില്ല. ദാനം എന്നത് പണം കൊണ്ടു മാത്രമല്ലെന്നും വേദനിക്കുന്നവർക്കും നിസ്സഹായരായ വ്യക്തികൾക്കും സ്നേഹം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും ആശ്വസിപ്പിക്കുന്നത് അത് സ്നേഹദാനമാണ്. നിങ്ങളിലുള്ള അറിവിനെ പകർന്നു നൽകുന്നത് ജ്ഞാനദാനമാണ്. ദാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം ജ്ഞാനദാനമാണെന്നും അത് കഴിഞ്ഞാൽ അന്നദാനമാണെന്നും പറയപ്പെടുന്നു. ചാണക്യൻ മൂന്നാമതായി പറയുന്നത് പ്രശസ്തിയെ കുറിച്ചാണ്. പ്രശസ്തി ലക്ഷ്യം വയ്ക്കാതെ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്ന വ്യക്തി ജീവിതത്തിൽ പേരും പ്രശസ്തിയും നേടുന്നു. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നല്ല പ്രവൃത്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ നല്ല ഫലങ്ങൾ കാണാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ തന്നെ ആദരിക്കപ്പെടുമെന്നും മരണത്തിനു പോലും അദ്ദേഹം ചെയ്ത സത്പ്രവൃത്തിയെ മായ്ച്ചു കളയാൻ കഴിയില്ലെന്നും ഉറപ്പാണ്. അതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് പേരും പ്രശസ്തിയും നേടണമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ നാലാമതായി പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും ക്ഷമ കൈവിടാത്ത വ്യക്തികളെ കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും സവിശേഷമായ ഗുണം ക്ഷമയാണ്. ക്ഷമയോടെ ഇരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ക്ഷമ കൈവിടാതെ എന്തിനേയും പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടില്ലെന്നും അദ്ദേഹം പറയുന്നു. ക്ഷമിക്കുക എന്നത് തന്നെയാണ് വിജയത്തിന്റെ പ്രധാന ഘടകമെന്നും അദ്ദേഹം പറയുന്നു. ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് പ്രധാനപ്പെട്ട മൂല്യത്തെ കുറിച്ചാണ്. ക്ഷമയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. അത് അവനെ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര പരാജയപ്പെട്ടവനാണെങ്കിലും ക്ഷമയോടെ മറ്റൊരു അവസരത്തിനായി കാത്തിരുന്നാൽ അവർക്ക് നിശേഷം വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് വിജയത്തിനായി നിങ്ങൾ ക്ഷമയോടെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾക്കു ലഭിച്ച അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു. ചാണക്യൻ ആറാമതായി പറയുന്നത് വിനയത്തെക്കുറിച്ചാണ്. ദയ, സന്തോഷം, സ്നേഹം, നല്ല പെരുമാറ്റം, സ്വഭാവം തുടങ്ങി നിരവധി ഗുണങ്ങളുള്ള ഒരു പദമാണ് വിനയം. ഇതിലൂടെ ഒരു വ്യക്തിക്ക് ഏതു മേഖലയിലും വിജയം കൈവരിക്കാൻ കഴിയുന്നു. വിനയമുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും വിനയം കൈവിടാതിരിക്കണം. ഒരു വ്യക്തിയുടെ സ്വഭാവം എളിമയുള്ളതല്ലെങ്കിൽ വിജയത്തിന് ശേഷവും അയാൾ വിജയത്തിന്റെ മുകളിൽ അധികകാലം തുടരില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അതിവേഗം തന്നെ വിജയം നേടുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.